നമസ്കാരം. പ്രമോദ് പെരുമ്പാക്കാട്. ഇന്നലത്തെ ഒരു വാർത്തയാണ്. ഒരു സ്കൂളിൽ ഗണപതി ഹോമം നടത്തി, പോലീസ് ഇടപെട്ട് അത് നിർത്തി, കേസെടുത്തു. അതെന്തോ വയലേഷനാണ്. ഇത് എവിടുത്തെ വയലേഷനാണ്? പിള്ളേർ പഠിക്കുന്ന സ്കൂള്, കുറെ സാർമാർ അവിടെ പഠിപ്പിക്കുന്നു. അവിടെ ഗണപതി ഹോമോ ക്രിസ്മസ് ഹോമോ എന്തെങ്കിലും നടത്തട്ടെ, പോലീസിന് എന്താ അവിടെ കാര്യം? ഇനി പോലീസിനെ പറഞ്ഞു വിട്ടത് മന്ത്രിയാണോ, അല്ലെ അതൊരു ഈ ഭരിക്കുന്ന പാർട്ടിയുടെ തീരുമാനമാണോ? എങ്കിൽ അത് വളരെ മോശമായിപ്പോയി, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനൊക്കെയാണ് എന്ന് കരുതിയിട്ട് ഇതുപോലത്തെ പരിപാടിയൊന്നും ഞാൻ ചെയ്യത്തൊന്നുമില്ല. ഇതെന്തിന്റെ എന്താ അനാവശ്യമായി കാണിച്ചത്? ഒരു സ്കൂളിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ പൂജ നടത്തുന്നു, ചിലർ പൂജ നടത്തത്തില്ല. പിള്ളേരുടെ പഠിത്തം നിർത്തിയിട്ടൊന്നുമില്ലല്ലോ. ഇപ്പം ഞാൻ പഠിച്ചൊരു സ്കൂള്, ആ സ്കൂളിന്റെ പേര് ദേവി വിലാസം ഹൈസ്കൂൾ എന്നായിരുന്നു. അവിടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ പഠിക്കുന്നുണ്ട്. അമ്പലത്തിനോട് ചേർന്നിരിക്കുന്ന ഒരു സ്കൂളാണ്. ഞങ്ങൾക്കൊരിക്കലും അവിടെ ഒരു ജാതി വിവേചനം ഒന്നും ആർക്കും അനുഭവപ്പെട്ടിട്ടില്ല. അവിടെ അമ്പലത്തിലെ ഉത്സവം വരുമ്പോൾ 6-7 ദിവസം അവധി തരാറുണ്ട്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. ഉത്സവം വരുമ്പോൾ 6-7 ദിവസം അവധിയുണ്ട്. ഒന്ന് ഉത്സവത്തിന് പോകാം, പിന്നെ ഇത്ര അവധി കിട്ടും. ഒരിക്കൽ പോലും നാട്ടുകാരും തന്നെ ഇതിന് ഇത് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. എല്ലാവരും സന്തോഷത്തോടെ പോയി ഉത്സവം ആഘോഷിക്കുന്നതല്ലാതെ. പിന്നെ എൻ്റെ 2 പെങ്ങന്മാരും പഠിച്ചത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിലാണ്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൂടുതലും അധ്യാപകർ സിസ്റ്റേഴ്സാണ്. അവിടെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഒക്കെ ജീസസുമായിട്ട് ബന്ധപ്പെട്ട പ്രാർത്ഥനകളാണ്. ഒരിക്കൽ പോലും എൻ്റെ അച്ഛനോ അമ്മയോ ഒന്നും ആ പ്രാർത്ഥനയെ പങ്കുകൊള്ളരുതെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്നോ അങ്ങനെ ഒരു സംസാരം പോലും ഞങ്ങളുടെ വീട്ടിലുണ്ടായിട്ടില്ല. ഇതിപ്പോ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വിഷയം വെറുതെ കുത്തിപ്പൊക്കൊണ്ടുവരുന്നത്? ഇത് ശരിക്കും വേലിയിരുന്ന പാമ്പിനെ എടുത്തെടുത്ത് വേണ്ടാത്തടത്ത് വെക്കുകയല്ലേ? ആവശ്യമില്ലാതെ ആൾക്കാർക്ക് ചർച്ച ചെയ്യാൻ ഒരു സബ്ജക്റ്റ് ഉണ്ടാക്കി കൊടുക്കുകയല്ലേ? എല്ലാവരും സമാധാനമായിട്ട് ജീവിച്ചു പോവുക. അതിനിടയ്ക്കാണ് ഈ പറഞ്ഞ ഗണപതി ഹോമം, അറസ്റ്റ് അല്ലെങ്കിൽ കേസ് എന്നൊക്കെ പറയേണ്ടി വരുന്നത്. ഓരോരുത്തർക്കും ഓരോ സ്വാതന്ത്ര്യം ഇല്ലേ? അവരത് നടത്തട്ടെ അവിടെ. അല്ലാതെ ഇതിനെ ഇത്ര പൊക്കി ഒരു വലിയ ഇഷ്യൂ ആക്കി മാറ്റേണ്ട ആവശ്യമുണ്ടോ? അതിനെക്കുറിച്ച് പിന്നെ മന്ത്രി അതിനെക്കുറിച്ച് എന്തൊക്കെയോ ഒരു റെസ്പോൺസ് കൊടുക്കുന്നു. സകലമായ ചാനലുകാരും അതിനെടുത്ത് വാർത്തയാക്കുന്നു. സന്തോഷം, എല്ലാവർക്കും ഇപ്പോൾ വാർത്തയായി, സംസാരിക്കാൻ ഒരു കാര്യമായി. അത് ഗണപതി ഹോമം വേണോ വേണ്ടയോ, മറ്റുള്ള മതങ്ങളുടെ സ്കൂളിൽ എന്താണ്? പിന്നെ ഇച്ചിരി ചലഞ്ച് ചെയ്യുന്ന രീതി തന്നെയാണെന്ന് ചോദിക്കുകയാണ്. ആർക്കെങ്കിലും ഏതെങ്കിലും ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ കയറി ചെന്നിട്ട് ഇതുപോലത്തെ ഒരു പരിപാടി ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ചർച്ചിന്റെ സ്കൂളിലോ കോളേജിലോ ഒന്ന് ചെന്ന് നോക്കാം. അപ്പോൾ അറിയാൻ വിവരം. കേരളത്തിലെ വളരെ പ്രശസ്തമായ ഒരു സ്കൂളുണ്ട്, അമൃത വിദ്യാലയം. അവർക്ക് സ്കൂളും കോളേജും ഒക്കെ ഉണ്ട്. അവിടെ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഒന്നുമില്ല. അവിടെ ഓം നമ ശിവായാണ്. അവിടെ എല്ലാ മതത്തിലും പെട്ട കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവർക്ക് ഒരു മടിയില്ല അത് പറയാനായിട്ട്. അല്ലെ അവരുടെ അച്ഛനും അമ്മയ്ക്ക് ഒരു പ്രശ്നമില്ല. ആ സ്കൂളിൽ പോകുമ്പോൾ അവിടുത്തെ മാനേഴ്സ് അതാണ്, അങ്ങനെ ആയിക്കോട്ടെ. അല്ലാതെ ഞാനിത് പറയത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ആരും അങ്ങോട്ട് വരത്തില്ല. അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ അത്ര നിർബന്ധമുള്ളവരാണ് ആ സ്കൂളിലോട്ട് പിള്ളേരെ പഠിക്കാൻ പറ്റത്തില്ല. അത്രയല്ലേ ഉള്ളൂ, അവിടെ തീർന്ന കാര്യം. അത് ഇതുവരെ ഒരു ചർച്ചാ വിഷയമായിട്ടുമില്ല. ഞാനിപ്പോഴും വളരെ ആദരവോടെ ആ ഉമ്മൻചാണ്ടി സാറിനെ ഓർക്കുന്നു. അദ്ദേഹം ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഷയം എത്ര ഭംഗിയായിട്ടാണ് കൈകാര്യം ചെയ്തത്. ആർക്കും ഒരു പരാതി ഇല്ലാതെ നിലവറ തുറക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ബഹളമായിരുന്നു. ഇപ്പം അതങ്ങനെ തന്നെ അവിടെ ഇരുന്നോട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ്. തീർന്നല്ലോ, എല്ലാവരുടെയും പ്രശ്നം തീർന്നല്ലോ. അതല്ലാതെ അത് തുറക്കണോ വേണോ, അന്വേഷണ കമ്മിറ്റിയെ നിയമിക്കും, ഇങ്ങനെയൊന്നും പറയാനൊന്നും അദ്ദേഹം പോയില്ല. ഇതൊക്കെയാണ് ഒരു ടാക്ടിക്കൽ ഡിസിഷൻ എന്ന് പറയുന്നത്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ശബരിമല വിഷയത്തിൽ ഇത് തന്നെയായിരുന്നു കാര്യം. കോടതിയിൽ നിന്നെന്തോ വിധി വന്നെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾക്ക് പ്രവേശനം ആകാമെന്ന് പറഞ്ഞ് അതിനെ തെളിയിക്കാൻ വേണ്ടി, പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതോ 2-3 പെണ്ണുങ്ങളെയൊക്കെ ഉന്തിത്തള്ളി ശബരിമലയുടെ മണ്ടേ കൊണ്ടുപോയി. അതിന് മുമ്പടിയായിട്ട് കുറെ പോലീസും ആ പോലീസുകാരുടെ സമയം മെനക്കെടുത്തി IPS കാരനായിട്ടുള്ള പോലീസിനെ പോലും അവരുടെ കൂടെ പറഞ്ഞു വിടേണ്ടി വന്നു. എന്തെല്ലാം നാണംകെട്ട പണികളാണ് കാണിച്ചു. എന്നിട്ട് എന്ത് തേടി? കേരളത്തിലെ സ്ത്രീകൾ ആരെങ്കിലും സമ്മതിച്ചോ? ഞങ്ങൾ ഇനി പോവാണ്, ഈ പറഞ്ഞ ഈ 2 സ്ത്രീകൾ കയറുള്ളൂ, ഞങ്ങൾ എല്ലാവരും ഇനി അയ്യപ്പൻ്റെ അടുത്തേക്ക് പോകുന്ന ഏതെങ്കിലും സ്ത്രീ തുടങ്ങി വെച്ചോ? ഇല്ലല്ലോ. സമാധാനമല്ലോ എല്ലാവർക്കും. ആ ആചാരങ്ങളൊക്കെ അതുപോലെ തന്നെ നിൽപ്പുണ്ട്. അന്നും ഇത് ഞാൻ എൻ്റെ അഭിപ്രായം, ഈ ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോകരുത്. ആ ഗണപതി ഹോമത്തിന് അല്ലെ എന്ത് പൂജയായിക്കോട്ടെ, ആ സ്കൂളിലെ അവർക്ക് എല്ലാവർക്കും താല്പര്യമുള്ളൊരു കാര്യം, അങ്ങനെ ഒന്നും നടന്നോട്ടെ. അല്ലാതെ അതിനകത്ത് കയറിയിട്ട് ഇടപെടാൻ പോകരുത്. പ്ലീസ്, ഒരു റിക്വസ്റ്റാണ്.